മലമ്പുഴ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശമായ ഒരു സ്ഥലമാണ് കവ. കവയിലോട്ടാണ് ഇന്നത്തെ യാത്ര. അവിടെയാണ് നമ്മുടെ മൃഗയ സിനിമയെല്ലാം ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ സൈറ്റിലോട്ടുള്ള യാത്രയിലാണ് നമ്മൾ. ഇവിടെയാണ് ഡാം സൈറ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറയും. 1-2 വണ്ടികളൊക്കെ അങ്ങ് ഡാമിനകത്ത് ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്ത് മലമ്പുഴ അടിപൊളി സെറ്റായിട്ടുണ്ട്. നമ്മളിപ്പോൾ കവ റോഡിലാണ് കേട്ടോ. കവ റോഡിൽ ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമ്മൾ മറ്റേ ബ്ലാക്ക് പാന്തറൊക്കെ ഉണ്ട് ആ ഏരിയയിലോട്ടാണ് കേട്ടോ. ഇവിടെയാണ് ബ്ലാക്ക് പാന്തർ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകാം. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അത് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ. ആ വഴി ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നേരെ ഡാമിന് നടുക്കൊക്കെ പോകാം. പക്ഷെ നമ്മളിവിടെ സൈഡിൽ ഇതിങ്ങനെ പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി വന്നു കേട്ടോ. നല്ലൊരു വൈബ് തന്നെയാണ്. എല്ലാവരും കൂടി ഒരു പിക്നിക്ക്. എന്തായാലും വെക്കേഷൻ അവസാനിച്ചു. എന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ്. നാളെ മുതൽ ക്ലാസ് തുറക്കും. അപ്പോൾ പിള്ളേരിനെയൊക്കെ കൂട്ടിയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കാണാൻ. എന്താണെങ്കിലും പാലക്കാടിനടുത്തുള്ളൊരു തീർച്ചയായും മലമ്പുഴ കണ്ടിരിക്കേണ്ട ഒരു സമയമാണത്. സ്ഥലം സേഫ് ആണെങ്കിലും പാറയ്ക്കുള്ള കാരണേ നടക്കുമ്പോൾ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. പിള്ളേർ ഈ പാറയിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ അത് വീഴാനുള്ള സാധ്യതയുണ്ട്. തെന്നി വീണ് കഴിഞ്ഞാൽ മൂക്കും മുഖമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ കാണാൻ. സംഭവം സെറ്റല്ലേ. ഞാൻ വരുന്ന വഴി കാണിച്ചു തരാം കേട്ടോ. അതോ എങ്ങനെയാണ് നിറയെ പാറക്കെട്ടുകളൊക്കെ ആയിട്ട് കണ്ടില്ലേ. അപ്പോൾ ഇത് കുറച്ച് ടാസ്ക്കാണ്. കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാതെ താഴെ എത്താൻ പറ്റും. എന്തല്ലേ ഈ പോത്തുകളൊക്കെ ഇങ്ങനെ മീഞ്ഞ് നടന്ന് കാണാൻ. അതുകൂടാതെ തന്നെ ഇത് എങ്ങോട്ട് നോക്കിയാൽ വലിയ മല ഇങ്ങനെ മലമ്പുഴയുടെ ആ ഒരു വശത്തുള്ള മലയും കാഴ്ചകളൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. വേനലിൽ മാത്രം വരാൻ പറ്റുന്ന ഒരു ഉല്ലാസ കേന്ദ്രമായിട്ട് ഇവിടെ കണ്ടാൽ മതി. കാരണം മഴക്കാലത്ത് ഇവിടെയെല്ലാം വെള്ളം നിറഞ്ഞ് ഈ കാണുന്ന പുല്ലെല്ലാം മൂടിക്കെട്ടുന്ന രീതിക്ക് അത്രയും വെള്ളം നിറഞ്ഞ് നിൽക്കും. ഡാം ഫുള്ളായി നിറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ഡാം തന്നെയാണ് ഇത്. അതുകൂടാതെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഡാമാണ് അത്. ഇവിടെയൊക്കെ മഴവെള്ളം നിറഞ്ഞ് നമുക്കൊന്നും കാണാൻ പറ്റില്ല. അത്രയ്ക്ക് വെള്ളമായിരിക്കും ഇവിടെയൊക്കെ ഉള്ളത്. ഈ മലമ്പുഴയിൽ കാണുന്ന മലയാണ് അട്ടപ്പാടിയെയും ശിരുവാണി മലകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. മേഘങ്ങളോട് ഒരു സ്റ്റാച്ചു എന്ന് പറഞ്ഞ പോലെ നിൽക്കുന്നത് കണ്ടോ മേഘങ്ങൾ. എന്ത് രസം അതൊക്കെ കാണാൻ. ഇങ്ങോട്ട് ബസ്സൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് സ്വകാര്യ വാഹനങ്ങൾ തന്നെ ഇങ്ങോട്ട് വരണം. പിന്നെ അല്പസ്വല്പം ഓട്ടോറിക്ഷകളെല്ലാം കിട്ടും. അത് ഡാമിൻ്റെ മുന്നിൽ നിൽക്കുന്ന ടാക്സി ഓട്ടോകളെല്ലാം ഇങ്ങോട്ടും വരും. അപ്പോൾ അവരിവിടെ വന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് പോകും. അപ്പോൾ കുട്ടികളുമായിട്ടൊക്കെ വരുന്നവർ ഇനി അധികം സമയമില്ലെന്നറിയാം. എന്നാലും വീക്കെൻഡുകളിലെല്ലാം കുട്ടികളുമായിട്ട് വന്ന മഴ തുടങ്ങുന്നതിന് മുമ്പ് കാണാൻ പറ്റിയൊരു നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ് ഈ കവയുടെ ഈ ലൊക്കേഷൻ. സംഭവം എന്തായാലും കിടുവാണ്. അപ്പോൾ പാലക്കാട് കാണാൻ വരുന്നവർ എന്തായാലും തീർച്ചയായും മലമ്പുഴയുടെ ഈ വശവും കൂടി കാണാം. മലമ്പുഴയിൽ വരുന്നവർക്ക് പലർക്കും ഇങ്ങോട്ട് വരാൻ മടിയായിരിക്കും. ഏതായാലും 2 കിലോമീറ്റർ കുറച്ചും കൂടി മലമ്പുഴ ഡാമിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ കൂടി കുറച്ചുകൂടി ഉള്ളിലോട്ട് വന്ന ഈ മനോഹരമായ സ്ഥലം കാണാൻ പറ്റും. കണ്ടില്ലേ, ഒരുപാട് കുട്ടികളും ഫാമിലി ആയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലം എന്തായാലും തീർച്ചയായും കാണുക. അപ്പോൾ കണ്ട് ആസ്വദിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Hey!